നാല് വൃത്തത്തിലെ അവസാനത്തെ പാട്ടും കൂടെ നമുക്ക് നോക്കാം. നാല് വൃത്തം എന്ന് പറയുമ്പോൾ ഒരു കഥ 4 ട്യൂണിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി തിന്ന കഥയാണല്ലോ ഇപ്പോൾ പറയണത്. അതിലവസാനം ഉണ്ണിക്കണ്ണൻ്റെ വായ കണ്ടിട്ട് യശോദ പേടിക്കണതാണ് അമ്മ. എന്നിട്ട് വായ അടയ്ക്കൂ. അപ്പം മനസ്സിലാവുകയാണ് ഉണ്ണിക്കണ്ണൻ ഒരു ശിശു അല്ല, ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ പിറന്നതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ ഒരു ഫലശ്രുതി പോലെ പറയുന്നതാണ് അവസാനത്തെ പാട്ട്. അപ്പോൾ നമുക്കത് തുടങ്ങാം. സ്റ്റെപ്സ് 1 by 1 അറിയാമല്ലോ. നമുക്കതിൻ്റെ കാലും കൈയൊക്കെ എങ്ങനെ എടുക്കണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഓമനക്കുട്ടൻ്റെ ഒക്കെ ട്യൂണിലാണ് വരുന്നത്. തുടങ്ങാം. 3 4 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 5 6 7 8 9 10 11. ഇങ്ങനത്തെ സ്റ്റെപ്സിനൊക്കെ 11 സ്റ്റെപ്പാണ് വെക്കുക. അതൊരു ഓഡ് നമ്പറിലാണ് കിടക്കുക. ആദ്യ താളത്തിൽ കളിക്കാൻ പറ്റുകയില്ലേ ഈ പാട്ട്. അപ്പോൾ അതാണ് 4 4 4 4 പോവാണ് പാട്ടല്ല. ഇതൊക്കെ കൈകൊട്ടികൾക്ക് മാത്രമുള്ള താളങ്ങളായിരിക്കും കേട്ടോ. ഇങ്ങനത്തെയൊക്കെ പഴമക്കാരിങ്ങനെയാണ് ഇത് കളിക്കാറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് വാദ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്കമേളൊക്കെ വേണ്ടി വന്ന പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാം. അപ്പോൾ സെക്കൻഡ് 3 4 1 2 3 4 5 6 7 8 9 10. അവിടെ താളം മുറുകി വീണ്ടും ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 2 3 4 5 6 7 8 1 2 3 ഇങ്ങനെ ഒരു തവണ കാണിച്ചു കൊടുക്കാം. അത്ര മതി. രണ്ടാമത്തെ തവണ ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാ? ഒറ്റ തവണ നോക്കി വെക്കാം. ഇതിലെടുക്കേണ്ട വ്യത്യാസങ്ങൾ ഇപ്പം ഇത് നമ്മൾ തെച്ചി മന്ദാരത്തിലൊക്കെ വരുന്ന സ്റ്റെപ്പാണ്. അതായത് ലെഫ്റ്റ് കാലിന് നേരെ റൈറ്റ് സൈഡിലെ കാല് വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇരിപ്പ് വരുന്നുണ്ട്. ആ ഇരിക്കലും പൊങ്ങലും ആ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടണം. അതാണ് അതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പേര് മൂന്നാമത്തെ 3 4 1 2 3 4 5 6 7 8 9 1 2 3. മറ്റേ പേരിൻ്റെ കൂടെ 1 2 3 4 5 6 7 8 9 1 2 3. ഇങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് വരിക. ഇനി കൊട്ടി വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ എല്ലാവരും. 3 4 1 2 3 4 5 6 7 8 9 10 11. ഇതിൽ പലരും ചെയ്യുമ്പോൾ കളി വൃത്തികേടാവണത്. ഇപ്പോൾ കൊട്ടി ഈ കൈ ഇങ്ങനെ തന്നെ എങ്ങനെ വെക്കും, വീണ്ടും കൊട്ടി. അപ്പോൾ ഈ കൈ താഴെ ഇടാൻ മറക്കരുത്. കണ്ടോ, ഇത് പൊങ്ങുന്ന പോലെ തന്നെ മറ്റേ താഴെ ഇടും വേണം. അതൊന്ന് ശ്രദ്ധിക്കുകയുള്ളൂ. സിമ്പിൾ സ്റ്റെപ്സാണ്. ഇനി നമ്മുടെ നോർമൽ ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പ് 3 4 1 2 3 4 5 6 7 8. ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. നമ്മളിത് എടുത്തു. നമ്മൾ പലതരം കൊട്ടുകൾ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൊട്ട് ശ്രദ്ധിച്ചറിയാം. ഇങ്ങനെ പ്ലസ് പോലെ പിടിച്ചിട്ടാണ് കൊട്ടി. ഇങ്ങനെ കൊട്ടി, ഇങ്ങനെ കൊട്ടി. അതായത് ഈ ഉണ്ണി ഗണപതിയുടെ ഈ കൊട്ടല്ല, നമ്മൾ കുമ്മിക്കൊക്കെ കൊട്ടുന്ന ഈ സ്റ്റൈലല്ല വരുന്നത്, ഇതാണ് വരുന്നത്. അത് മാത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തൊട്ട് തുടങ്ങാം. 3 4 1 2 3 4 5 6 7 8 1 2 3 1 2 3 1 2 4 5 6 7 1 2 3. ഇങ്ങനെ കളിച്ചു പോവും. ശരിക്കും ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നിർത്തലില്ല, ഇതിങ്ങനെ കളിച്ചു പോവും. അപ്പം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. അത് വരുമ്പോൾ നമ്മൾ ഈ ഉള്ളിലേക്കല്ല നടക്കുന്നത്. അത് മാത്രം അവസാനിപ്പിക്കുന്ന സ്റ്റെപ്പ് മാത്രം ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം.
3 4 1 2 3 4 5 6 7 8 1 2 3 1 2 1 2 3 1 2 3 1 2 3 1 2 3 ഇത്രയാണ് സ്റ്റെപ്പ് വരുന്നത്. എല്ലാം വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പലതരം കൊട്ടുകളുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊട്ടുകൾ മാത്രമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ ഇത്ര മതി. അങ്ങനെ കളിക്കും, വീണ്ടും അങ്ങനെ കളിച്ചു പോകും. ഇങ്ങനെ തുടങ്ങി അടുത്ത വരി ഇങ്ങനെ ഇങ്ങനെ കളിക്കുകയാണ് സ്റ്റെപ്പ്. Yes.